എല്ലാവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സ് ആണ്. 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ വരാനിരിക്കുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വസ്തുതകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് മാറ്റാനുള്ള സംസ്ഥാന നിയമസഭയുടെ ശുപാർശ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത് എന്നാണ്. നമുക്കറിയാം, ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം അതിന് അംഗീകാരം നൽകണം. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് പൂർണ്ണമായി കേരളം എന്ന് പറയുന്ന രീതിയിലോട്ട് മാറ്റണം എന്ന് പറയുന്ന സംസ്ഥാന നിയമസഭയുടെ ആ ഒരു റെക്കമെൻഡേഷൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 2026 ഫെബ്രുവരി മാസം 24. 2026 ഫെബ്രുവരി 24 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് മാറ്റാനുള്ള സംസ്ഥാന നിയമസഭയുടെ ശുപാർശ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നത്. 2 വർഷം മുമ്പ് 2024 ജൂൺ 24 നമ്മുടെ സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയമാണ് 2 വർഷത്തിന് ശേഷം ഈ കേന്ദ്ര മന്ത്രിസഭാ യോഗം അതിനൊരു അംഗീകാരം നൽകുന്നത്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസായ സേവാ തീർത്തിൽ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രഥമമായ തീരുമാനം കൂടിയായിരുന്നു കേരളത്തിൻ്റെ പേര് കേരളയുടെ പേര് കേരളം എന്ന് മാറ്റണം എന്ന്. കേരള പേരുമാറ്റൽ ബിൽ 2026 നമ്മുടെ രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയുടെ അംഗീകാരത്തിനായി കൈമാറും. അംഗീകാരം ലഭിച്ചതിന് ശേഷം രാഷ്ട്രപതിയുടെ അനുമതിയോടെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കണം. ഈ നടപടിക്രമങ്ങൾ കൂടി കഴിയുമ്പോഴാണ് പേരുമാറ്റം പ്രാബല്യത്തിൽ വരുന്നത്. അതിനുശേഷമായിരിക്കും കേരളം എന്ന ഒരു പേരിലോട്ട് നമ്മൾ മാറുന്നത്. ക്ലിയർ ആണ്? 2026 ഫെബ്രുവരി 24 ദിവസം നമ്മൾ മറക്കരുത്. അതേപോലെ മറ്റൊരു ദിവസവും കൂടി 2024 ജൂൺ 24 മറക്കരുത്. ഈ 2 പോയിന്റുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് നമ്മളിപ്പോൾ കേട്ടത്. അടുത്തത്, നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് വാർത്താ പ്രാധാന്യം നേടിയൊരു വിഷയമാണ്. നമ്മളൊരു പാലം നിർമ്മിച്ചു. അതായത് 100 കോടി രൂപ ചെലവഴിച്ച് ഒരു പാലം. എവിടെയാണത്? അത് പെരുമ്പളം പാലം. അതായത് വേമ്പനാട്ട് കായലിലെ പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് യാത്രാക്ലേശമുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് 100 കോടി രൂപ നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതി കൂടിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ഇത്രയും കോടി രൂപയുടെ ഒരു പാലമൊക്കെ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ പ്രൊമോഷനൊക്കെ മമ്മൂട്ടി കൊടുക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വേമ്പനാട്ട് കായലിലെ ഈ പെരുമ്പളം എന്ന് പറയുന്ന ദ്വീപിനെ വടുതല ജെട്ടിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലത്തിന് 157 മീറ്റർ നീളമുണ്ട്. അതേപോലെ 11 മീറ്റർ വീതിയുണ്ട്. ഏറ്റവും വലിയൊരു പാലം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പാലം 100 കോടി രൂപ ചെലവഴിച്ചാണ് ഉണ്ടാക്കിയത്. 2026 മാർച്ച് 7 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം എന്ന ഒരു എന്താ പറയുക ഫാക്റ്റാണ് നമ്മൾ പഠിച്ചത്. 2 പോയിന്റുകൾ പഠിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം ഏതാണ്? പെരുമ്പളം പാലം. അപ്പോൾ ആ പെരുമ്പളം പാലം വേമ്പനാട്ട് കായലിലെ പെരുമ്പളം എന്ന് പറയുന്ന ദ്വീപിനെ വടുതല ജെട്ടിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു പാലം. അതിൻ്റെ നീളവും വീതിയും ഒക്കെ ഓർത്തു വയ്ക്കുക. 157 മീറ്റർ നീളം, 11 മീറ്റർ ആണ് ഇതിൻ്റെ വീതി. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഫാക്ട്, നമ്മൾ ഇന്ന് കേൾക്കുന്ന മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുന്നു. 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ബീഹാർ. ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ നക്സലുകളില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട 2 സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് കർണാടകയും 2 മധ്യപ്രദേശും. മധ്യപ്രദേശിലൊക്കെ നക്സലുകളുടെ കേന്ദ്രമായിരുന്നു. അവിടെയൊക്കെ നക്സലുകളില്ല എന്ന രീതിയിൽ വിമുക്തമാക്കപ്പെട്ടു എന്ന്. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ബീഹാർ. അതിനു മുമ്പ് മധ്യപ്രദേശും കർണാടകയും നേരത്തെ തന്നെ നക്സൽ വിമുക്ത സംസ്ഥാനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. 3 പോയിന്റുകളായി. നമ്മൾ 4ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക്
നേതൃത്വം നൽകിയ നഗരം ഏതാണ്? ലോകത്തിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഒരു രാജ്യം, ഒരു നഗരം. അപ്പോൾ ഒരു രാജ്യം, അത് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ആ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിലാണ് ജനീവ എന്ന് പറയുന്ന ഒരു നഗരം. ആ നഗരമാണ് AI ഉച്ചകോടിക്ക് നേതൃത്വം നൽകിയത്. 4 ഫാക്റ്റുകൾ പഠിച്ചു. അപ്പോൾ 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് ജനീവ. ആകുന്ന നഗരമാണ് ജനീവ. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. നമ്മുടെ SCERT പാഠപുസ്തകം ഉണ്ടല്ലോ. ഈ SCERT പാഠപുസ്തകത്തിലെ ഏത് ഭാഗമാണ് സുപ്രീം കോടതിയുടെ കടുത്ത അതൃപ്തിക്ക് വിധേയമായി നിരോധിക്കപ്പെട്ടത്? സുപ്രീം കോടതിയുടെ കടുത്ത അതൃപ്തിക്ക് വിധേയമായി NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗം നിരോധിക്കപ്പെട്ടു. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിലെ നമ്മുടെ സമൂഹത്തിൽ ജുഡീഷ്യറിയുടെ പങ്ക് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. 8ാം ക്ലാസ്സിലാണ്, സോഷ്യൽ സ്റ്റഡീസ് ആണ്, നമ്മുടെ സമൂഹത്തിൽ ജുഡീഷ്യറിയുടെ പങ്ക്. ആ ഭാഗം വായിച്ചാൽ കോടതി സംവിധാനത്തിലെ അഴിമതി മനസ്സിലാവുന്നുണ്ടോ? അത് കോടതിക്ക് സഹിക്കുമോ? ഇല്ല. അതുപോലെ കേസുകൾ കെട്ടിക്കിടക്കുന്നതിലും വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ കോടതിക്കകത്ത്, കോടതി സംവിധാനത്തിൽ അഴിമതി ഉണ്ടെന്നും കേസുകൾ കെട്ടിക്കിടക്കുന്നത് വലിയ വെല്ലുവിളിയാണെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാഠപുസ്തകത്തിനകത്തൊരു അവതരണമുണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ അതൃപ്തിക്ക് കാരണമായത്. ആ അതൃപ്തിക്ക് കാരണമായത് പ്രകാരം NCERT പാഠപുസ്തകത്തിൽ നിന്നും ആ ഭാഗം പിൻവലിച്ചു അല്ലെങ്കിൽ നിരോധിച്ചു. അപ്പോൾ ആ പാഠം ഏത് പാഠപുസ്തകത്തിലേതാണെന്നും ആ ഒരു ഫാക്റ്റും കൃത്യമായി നമ്മൾ ഓർത്തു വയ്ക്കണം. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണയോട്ടം നടന്നത് എവിടെയാണ്? നമുക്കറിയാം, ജനസംഖ്യ കൂടി വരികയാണ്, അവരുടെ ആവശ്യങ്ങളും കൂടുകയാണ്. അപ്പോൾ ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നമുക്ക് യാത്രാ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഊർജ പ്രതിസന്ധി വരാനുള്ള സാധ്യത ഭാവിയിലുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും സ്ഥിരമായി സസ്റ്റൈനബിളായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഊർജ സ്രോതസ് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ വാഹനങ്ങൾ, ഹൈഡ്രജൻ കൊണ്ടുള്ള തീവണ്ടികളൊക്കെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തും ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണാർത്ഥമുള്ള ഓട്ടം. ഹൈഡ്രജൻ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? സുലഭമായി ലഭിക്കും സൂര്യനിൽ നിന്നും. പക്ഷെ ഒരു പ്രശ്നം, ഇത് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം. 2, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പൊട്ടിത്തെറിയുടെ ആഘാതം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ജിന്ദ് എന്ന് പറയുന്ന സ്ഥലം മുതൽ സോനിപത്ത് ഹരിയാനയിലാണ്, അതുവരെയാണ് ഇതിൻ്റെ പരീക്ഷണ ഓട്ടം നടന്നത്. അപ്പോൾ 90 കിലോമീറ്റർ ദൂരത്തിലാണ്, ഏകദേശം 90 കിലോമീറ്റർ ദൂരത്തിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. ജർമ്മനി, സ്വീഡൻ, ചൈന ഇവയൊക്കെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പരീക്ഷണ ഓട്ടത്തിലോട്ട് വന്നിട്ടുണ്ട്. ഹരിയാനയിലാണ് പരീക്ഷണ ഓട്ടം നടന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി ഹരിയാനയിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. 90 കിലോമീറ്ററോളം ഓടിച്ചു എന്നുള്ളതാണ്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്ന വാർത്ത നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടതാണ്. ഇപ്പോൾ 10 കോടി ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. അപ്പോൾ ഇതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന ലോകത്തിലെ നേതാവായി മോദി മാറുകയാണ്. എന്നാൽ തൊട്ടു പുറകിൽ ആരുണ്ട്? 4.32 ബഹുദൂരം പിന്നിലാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആളുണ്ട്. 2ാം സ്ഥാനത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 10 കോടിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ലോക നേതാവാണ് ആര്? നരേന്ദ്രമോദി. എന്നാൽ ഡൊണാൾഡ് ട്രംപ് 4.32 കോടി ഫോളോവേഴ്സുമായി 2ാം സ്ഥാനത്ത് പിന്തുടരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൽ. ഇനി നമ്മുടെ രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ആയുധങ്ങളുള്ള ഹെലികോപ്റ്റർ, ആ ഹെലികോപ്റ്ററിൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഫെബ്രുവരി 27-ന് 25 മിനിറ്റ് സഞ്ചരിച്ചു. ഇത് ഏത് ഹെലികോപ്റ്ററാണ്? ഉത്തരം ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ എന്നാണ്. ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രശാന്ത് എന്നാണ്. ഇതോടെ സായുധ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയായി മുർമു മാറിയിട്ടുണ്ട്. രാജസ്ഥാനിലെ ജയ്സാൽമേറിലുള്ള വ്യോമസേന സ്റ്റേഷനിൽ നിന്നും ഇന്ത്യ പാക് അതിർത്തിയിലേക്കാണ് ഈ LCH ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രശാന്ത്
പ്രചണ്ഡ് എന്നാണ് ഓട്ടെ. പ്രചണ്ഡ് എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്റർ പറന്നത് സായുധം, ആയുധമുള്ള ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയായി ആര് മാറി? ദ്രൗപദി മുർമു മാറി. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഹെലികോപ്റ്ററിന്റെ പേരും കൂടി മറന്നു പോകരുത്. ഇനി അടുത്തിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ സൈനിക ആക്രമണം, പാകിസ്ഥാൻ പോയി അഫ്ഗാനിസ്ഥാനിൽ അടിച്ചു. അപ്പോൾ ആ ഒരു ആക്രമണത്തിന്റെ പേര് എന്താണ്? ആ ഒരു ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹക്ക് എന്നാണ്. ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹക്ക്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാന് നേരെ ഭീകരാക്രമണം നടത്താൻ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ TTP എന്ന് പറയുന്ന ഒരു സംഘടന, TTP എന്ന് പറയുന്ന ഒരു ഭീകര സംഘം, അത് താലിബാൻ ആ ഒരു സംഘടനയെ താലിബാൻ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ TTP എന്ന് പറയുന്ന സംഘടന പാകിസ്ഥാന് നേരെ ഭീകരാക്രമണം നടത്താൻ പോകുന്നു. ആ ഒരു ഭീകരാക്രമണത്തെ അവിടുത്തെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം. അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് നേരെ നടത്തിയ ആക്രമണം. ആ ആക്രമണത്തിന്റെ പേര് വ്യക്തമാണ്, ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹക്ക് എന്നാണ്. ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹക്ക് എന്നാണ് ആ ഒരു ഓപ്പറേഷന്റെ പേര്. അടുത്ത് ലോകമെമ്പാടുമുള്ള കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു വീഡിയോ ഗെയിമാണ് പോക്കിമോൻ എന്ന് പറയുന്ന ഒരു ഗെയിം. അതായത് ആ ഒരു പോക്കിമോന് 2026 ഫെബ്രുവരി മാസം 27-ന് എത്ര വയസ്സ് തികഞ്ഞു എന്നറിയാമോ? 30 വയസ്സ് തികഞ്ഞു. ജപ്പാനിലുള്ള ഒരു ഡിസൈനറുണ്ട്, ഗെയിം ഡിസൈനർ. അദ്ദേഹത്തിൻ്റെ പേര് സതോഷി താജിരി എന്നാണ്. അദ്ദേഹമാണ് ഈ പോക്കിമാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് നമ്മളൊന്ന് നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം. അതായത് ജാപ്പനീസ് ഡിസൈനറായ സതോഷി താജിരിയാണ്. അപ്പോൾ 30 വയസ്സാണ് ആ ഒരു വീഡിയോ ഗെയിമിന് തികഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ്, ചലച്ചിത്ര രംഗത്ത് ഫ്രാൻസ് നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം, ആ പുരസ്കാരമാണ് സെസാർ പുരസ്കാരം. ആ സെസാർ പുരസ്കാരം നേടുന്ന ഹോളിവുഡ് നടൻ, ഹാസ്യ നടന്റെ പേരെന്താണ്? ഉത്തരം ജിം കെയ്റി എന്നാണ്. അതായത് ചലച്ചിത്ര രംഗത്ത് ഫ്രാൻസ് നൽകുന്ന ഏറ്റവും ഉന്നത പുരസ്കാരമാണ് സെസാർ എന്ന് പറയുന്ന പുരസ്കാരം. ഈ പുരസ്കാരം നേടിയ ഹോളിവുഡിലെ ഹാസ്യ നടന്റെ പേരാണ് ജിം കെയ്റി എന്ന്. ജിം കെയ്റി. അപ്പോൾ ആ പോയിന്റും പഠിച്ചു വെക്കണം. അടുത്ത പോയിന്റ്, നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തിൻ്റെ പ്രഥമ വനിത രക്ഷാസമിതിയുടെ അധ്യക്ഷത വഹിക്കുകയാണ്. ആരാണ്, ഏത് രാജ്യത്തു നിന്നുള്ള പ്രഥമ വനിതയാണ് ഐക്യരാഷ്ട്രസഭയുടെ അധ്യക്ഷത വഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ. വേറെ ആരുമല്ല, നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയായ മെലനിയ ട്രംപ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ അധ്യക്ഷയായത്. ഓക്കെ, മെലനിയ ട്രംപാണ്. 15 അംഗ രക്ഷാസമിതിയുടെ മാർച്ചിലെ അധ്യക്ഷത പദവി എന്ന് പറയുന്നത് US-നായിരുന്നു. അങ്ങനെയാണ് മെലനിയ ട്രംപ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. 15 അംഗങ്ങളടങ്ങുന്ന രക്ഷാസമിതിയുടെ മാർച്ചിലെ അധ്യക്ഷ പദവി എന്ന് പറയുന്നത് US-നായിരുന്നു. അങ്ങനെയാണ് അവർ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 18-ാം തീയതിയാണ്. ദേശീയ ശാസ്ത്ര ദിനം ഇന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഫെബ്രുവരി 18-ാം തീയതിയാണ്. CV രാമൻ, അതായത് ഏഷ്യയിൽ നിന്നും ശാസ്ത്ര ലോകത്തേക്ക് നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് CV രാമൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ രാമൻ എഫക്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടുന്നത്. അതിൻ്റെ സ്മരണാർത്ഥമാണ് 1928 ഫെബ്രുവരി 28-നാണ് അദ്ദേഹത്തിന് അതൊരു സമ്മാനം കിട്ടിയത്. അത് സ്മരിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ഫെബ്രുവരി 28-ന് നമ്മൾ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ 2026-ല് ഇതേപോലെ ഫെബ്രുവരി 28-ന് നമ്മൾ ശാസ്ത്രദിനം ആചരിച്ചു. അതിലെ വിഷയം എന്ന് പറയുന്നത് വിമൺ ഇൻ സയൻസ് എന്നാണ്. കാറ്റലൈസിങ് വിക്സിറ്റ് ഭാരത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രമേയം എന്നതാണ് 2026-ലെ ദിനാചരണ വിഷയം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഴമലയ്ക്കൽ തിരുവനന്തപുരം ജില്ലയിലാണ്. മികച്ച നഗരസഭയായി ഗുരുവായൂരും അതേപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനായി തിരുവനന്തപുരത്തെയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും മികച്ച
നഗരസഭയായിട്ട് ഗുരുവായൂരിനെയും ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായിട്ട് തിരുവനന്തപുരത്തെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഫെബ്രുവരി 17 US അന്തരിച്ച പരിസ്ഥിതി സഞ്ചാര സാഹിത്യകാരൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് എഡ്വേർഡ് ഹോഗ്ലൻഡ് എന്നാണ്. അതായത് ജനിക്കുമ്പോൾ തന്നെ ചില പരിമിതികളോടെ ജനിക്കുകയും അവരുടെ പ്രവൃത്തി പദങ്ങളിൽ നിന്നുകൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ ഒരാളാണ് എഡ്വേർഡ് ഹോഗ്ലൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കാഴ്ച പരിമിതി ഉണ്ടായിരുന്നു. ആ കാഴ്ച പരിമിതി ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ വകവെക്കാതെ സസൂക്ഷ്മം ജന്തുക്കളുടെ ജീവിതമൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് അദ്ദേഹം രചിച്ച ചില കൃതികളുണ്ട്. ആ കൃതികളിലൂടെയാണ് അദ്ദേഹത്തെ ലോകം നോക്കിക്കാണുന്നത്. ആമകളുടെ വിനിമയ പെരുമാറ്റ രീതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരു രചന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ കറേജ് ഓഫ് ടർട്ടിൽസ് എന്ന്. അങ്ങനെ ഓരോ ജീവികളെക്കുറിച്ചും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആമകൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്, സസൂക്ഷ്മം അതിനെ നിരീക്ഷിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ 20-ലേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. കോംപ്ലക്സ് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്. ഈ ഫെബ്രുവരി 17 അദ്ദേഹം മരണപ്പെടുന്നു. 93 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നു. അമേരിക്കക്കാരനാണ്, പരിസ്ഥിതി സഞ്ചാര സാഹിത്യകാരൻ എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. കാഴ്ച പരിമിതിയുള്ള ആളായിരുന്നു അദ്ദേഹം. ഈ ജന്തുജീവിതങ്ങളെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം സാഹിത്യങ്ങൾ എഴുതിയിരുന്നത്. ആമകളുടെ ആശയവിനിമയ പെരുമാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ദ കറേജ് ഓഫ് ടർട്ടിൽസ് എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയത്. വളരെയധികം ശ്രദ്ധ നേടിയ കൃതി കൂടിയായിരുന്നു. നമുക്ക് എല്ലാ പോയിന്റുകളും ഒന്നുകൂടി നമുക്കൊന്ന് നോക്കി വരാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് മാറ്റാനുള്ള സംസ്ഥാന നിയമസഭയുടെ ശുപാർശ കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത് എന്നാണ്. ഉത്തരം 2026 ഫെബ്രുവരി 24 കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം പെരുമ്പളം പാലമാണ്. വേമ്പനാട്ട് കായലിലെ പെരുമ്പളം ദ്വീപിനെ വടുതല ബോട്ട് ജെട്ടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം. അതിൻ്റെ നീളവും വീതിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ബീഹാറാണ്. നേരത്തെ മധ്യപ്രദേശും കർണാടകയുമൊക്കെ അങ്ങനെ ആക്കപ്പെട്ടിരുന്നു. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവ എന്ന് പറയുന്ന നഗരമാണ്. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഏത് പാഠഭാഗത്തിലെ ഭാഗമാണ് സുപ്രീം കോടതിയുടെ കടുത്ത അതൃപ്തിക്ക് വിധേയമായി നിരോധിക്കപ്പെട്ടത്? ഉത്തരം 8ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിലെ സമൂഹത്തിൽ ജുഡീഷ്യറിയുടെ പങ്ക് എന്ന് പറയുന്ന ഭാഗത്താണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം നമ്മുടെ രാജ്യത്ത് നടന്നു. എവിടെയാണ്? ഉത്തരം ഹരിയാനയിലാണ്. അടുത്തത്, ഇൻസ്റ്റാഗ്രാമിൽ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം എത്ര എണ്ണമാണ് ഇപ്പോൾ ആയത്? ഉത്തരം 10 കോടി. 2ാം സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഒരു സായുധ ഹെലികോപ്റ്ററുണ്ട്. അതിൽ ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതി സഞ്ചരിക്കുന്നു. ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ പേരെന്താണ്? ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ പ്രജാന്ത് എന്നാണ് അതിൻ്റെ പേര്. അടുത്തിടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു. ആക്രമണത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഗസാബിലിൽ ഹക്ക്. അതിന് കാരണമുണ്ട്. ആ കാരണം നമ്മൾ ക്ലാസ്സിൽ കേട്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും അവരെ ഒരുപോലെ പ്രിയങ്കരമാക്കിയ ഒരു ഗെയിമാണ്, വീഡിയോ ഗെയിമാണ് പോക്കിമോൻ. ആ പോക്കിമോൻ എന്ന് പറയുന്നത് 2026 30 വയസ്സ് തികയുന്നു. ചലച്ചിത്ര രംഗത്ത് ഫ്രാൻസ് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് സെസാർ പുരസ്കാരം. അത് നേടിയ ഹോളിവുഡ് നടൻ്റെ പേരാണ് ജിം കെയ്റി. ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രഥമ വനിത രക്ഷാസമിതിയുടെ അധ്യക്ഷത വഹിക്കുന്നു. ഏത് രാജ്യത്ത് നിന്നാണ്? അത് US നിന്നാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യ മെലനിയ ട്രംപാണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. പ്രമേയം നമ്മൾ കേട്ടു. 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഴമലയ്ക്കൽ തിരുവനന്തപുരം ആണ് അതുള്ളത്. നഗരസഭ ഗുരുവായൂരാണ്. ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. ഫെബ്രുവരി 17 അമേരിക്കയിൽ അന്തരിച്ച പരിസ്ഥിതി സഞ്ചാര സാഹിത്യകാരൻ്റെ പേരാണ് എഡ്വേർഡ് ഹോഗ്ലൻഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് സെഷൻ അവസാനിക്കുകയാണ്. നമ്മുടെ മാർച്ചിലെ വേറൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. അപ്പോൾ എല്ലാവരും ഏറ്റവും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഈ 2026 ഒരു ജോലി നേടണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എന്തിനും ഹാജാസ് ക്ലാസ്സസ് കൂടെ ഉണ്ടാവും. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.